മത്സ്യകന്യകയെ കണ്ടതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ കണ്ടത് ഈ തിളങ്ങി നിൽക്കുന്ന ബെന്നുകളാണ്. ഹിന്ദിയിൽ പറഞ്ഞ പാവ്. ഈ പാവിന്റെ കൂടെ വട ചേർത്ത് കഴിച്ചാൽ വടാപ്പാവ്, സബ്ജി ചേർത്ത് കഴിച്ചാൽ പാവ് ബജി. ഞാനിവിടെ ഓർഡർ ചെയ്തത് പാവ് ബജിയാണ്. ഇനി ഇദ്ദേഹം പാവ് ബജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ സബ്ജി ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ അതിലെന്തോ മസാല ചേർത്തു, പിന്നെ നെയ്യ് ചേർക്കുന്നുണ്ട്. കുറച്ച് എണ്ണയും ഒഴിച്ചതിന് ശേഷം മെഷ് വെച്ചിട്ട് ശരിക്കും ഒന്ന് ഉടയ്ക്കുന്നുണ്ട്. കൊള്ളാം, പൊളി സാധനം. പിന്നെ ഇവിടെ റേറ്റ് അത്ര വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, 80 രൂപ ഉള്ളൂ. മറ്റുള്ളടത്ത് ഈ സാധനം 90 രൂപയ്ക്കൊക്കെ മുകളിൽ വരുന്നുണ്ട്.